ആത്മകഥാ വിവാദത്തിനിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കാൻ ഇ.പി. ജയരാജൻ പാലക്കാട്ടേക്ക് തിരിച്ചു. ആര് വിചാരിച്ചാലും CPIMനെ തോൽപ്പിക്കാനാവില്ല. പാലക്കാട് മികച്ച വിജയം നേടുമെന്നും ഇ.പി. ജയരാജൻ. ബാക്കി കാര്യങ്ങൾ പാലക്കാട് പറയുമെന്നും ജയരാജൻ പറഞ്ഞു. ഞാൻ അവിടെ പാലക്കാട് പോകുന്നുണ്ട്. അവിടുന്ന് പത്രക്കാരെല്ലാം കാണുന്നുണ്ട്. പോരെ അല്ല, ഞാൻ പാലക്കാട് അവിടെ പത്രക്കാരെ കാണുന്നുണ്ട് രാവിലെ. അതിലെന്താ സംശയം? ജയിക്കും, നല്ല ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കും. ആരെന്ത് ശ്രമിച്ചാലും CPMനെ തോൽപ്പിക്കാൻ കഴിയില്ല. CPMനെ തോൽപ്പിക്കാൻ സാധിക്കില്ല. LDFനെ തോൽപ്പിക്കാൻ കഴിയില്ല. വിവരങ്ങളുമായി നിഖിൽ A ആണ് ചേരുന്നത്. നിഖിൽ, എന്തായാലും ഇ.പി. ജയരാജൻ ഇന്ന് പാലക്കാടേക്ക് തിരിച്ചിരിക്കുകയാണ്. ഈ പറയുന്ന ഇന്നലെ ഇറങ്ങിയ ആ ഒരു PDF-ൽ സരിനെ കുറിച്ചും അതിൽ പറയുന്നുണ്ട് എന്നുള്ള തരത്തിലാണ് പുറത്തിറങ്ങിയത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇ.പി. പാലക്കാടേക്ക് സരിന്റെ പ്രചാരണത്തിനായി പോകുന്നത്. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞ വാക്കുകൾ ഏത് രീതിയിൽ നമുക്ക് നോക്കിക്കാണാം. ജയരാജൻ പാലക്കാടേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. പാലക്കാട് പ്രചാരണത്തിനായി ഇ.പി. ജയരാജൻ എത്തുമ്പോൾ അത് സ്വാഭാവികമായും ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ ആത്മകഥാ വിവാദം, അതിൽ ഇ.പിയുടെ ആത്മകഥ എന്ന് പറഞ്ഞ് പുറത്തു വന്ന വിവരങ്ങളിൽ സരിന്റെ പേരും സരിന്റെ സ്ഥാനാർത്ഥിത്വവും ഉൾപ്പെട്ട് അത് വലിയ വിവാദമാകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതിന് തൊട്ടു പിന്നാലെയാണ് പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഇ.പി. ജയരാജൻ എത്തുന്നത് എന്നത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഏതായാലും അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ അദ്ദേഹം പറയുന്നത് ആരൊക്കെ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും CPIMനെ തോൽപ്പിക്കാനാവില്ല. LDF പാലക്കാട് വലിയ വിജയം നേടും എന്ന് തന്നെയാണ് പറഞ്ഞത്. മറ്റു കാര്യങ്ങൾ, വിശദമായ കാര്യങ്ങൾ ഇന്ന് പാലക്കാട് എത്തുമ്പോൾ അവിടെ മാധ്യമപ്രവർത്തകരെ കാണുന്നുണ്ട്. അവിടെ വെച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാമെന്നാണ് ഇ.പി. ജയരാജൻ പറയുന്നത്. ശരി നിഖിൽ.